ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ എന്താണെന്നല്ലേ? ഇന്ന് നമ്മൾ കുറച്ച് നേരമായിട്ട് ഔട്ടിങ്ങിന് പോകാൻ വേണ്ടി തീരുമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. വെക്കേഷനൊക്കെ അല്ലേ, അപ്പം നമ്മൾ ചെറിയൊരു ഔട്ടിങ്ങിലും പോവണ്ടേ. അപ്പം നമ്മൾ തപ്പി ചിമ്മിനി ഡാമിലേക്ക് പോകാൻ വേണ്ടി പോയി. അതിൻ്റെ ഒരു എൻ്റെ വ്ളോഗാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അവിടെ പോകാനുള്ള വഴികളാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ പോണ സമയത്ത് നല്ല അടിപൊളി കുന്നുകളും മലനിരകളും മരങ്ങളും എല്ലാം മൂടിക്കെട്ടി നിൽക്കായിരുന്നു. മഴ പെയ്യോ എന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു, പക്ഷേ മഴ പെയ്തില്ല. എന്തോ ഭാഗ്യത്തിനാണ് മഴ പെയ്യാത്തത്. പിന്നെ ചിമ്മിനി ഡാമിൽ പോകുന്നവർ ശ്രദ്ധിച്ചോളൂട്ടോ. അവിടെ 4 മണി 4:30 5 മണിയൊക്കെ ആവുമ്പോഴേക്കും കയറ്റില്ല. കാരണം കാടുള്ള ഒരു സ്ഥലമാണ് ചിമ്മിനി ഡാം. ബീച്ചി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ ഈ ഒരു ചിമ്മിനി ഡാം വരണത്. അപ്പോൾ ഫുള്ള് കാടാണ്. ഞാൻ കുറച്ച് മൃഗങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പോണ വഴിക്ക് ഞാൻ ഞങ്ങൾക്കത് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഉള്ള വ്ളോഗ്. നമ്മൾ പോയിട്ട് ഇവിടേക്ക് എത്തി. ഇത് നമ്മുടെ ഒരു വ്യൂ കാണാനാണ്, ഒരു സൈഡ് വ്യൂ കാണാനാണ് നമ്മളിപ്പോൾ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും ഒരു മല കയറുന്ന ഫീലൊക്കെ കേട്ടോ ഞങ്ങൾക്ക് 2 പേർക്കും കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ 2 പേരും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു ബോർഡാട്ടോ. ഇവിടെ നിന്ന് പോയി ആ ബ്ലൂ സാധനത്തിൽ കയറിയാലാണ് നമുക്ക് നല്ല വ്യൂ കാണാൻ പറ്റാം. പിന്നെ ചില സ്ഥലങ്ങളിലത്തെ ഗേറ്റൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അവിടേക്കൊന്നും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം നമുക്ക് പോകാൻ പറ്റണമല്ലൊക്കെ ഞങ്ങളെല്ലാം കയറിയിട്ടാട്ടോ പോയത്. അതിന് ശേഷം നമ്മൾ ഇത് കാണാൻ വേണ്ടി മുകളിലേക്ക് കയറുന്നപ്പോൾ നല്ല അടിപൊളി വെള്ളമാട്ടോ കണ്ടത്. ഇവിടെ ഇറങ്ങാനൊക്കെ പറ്റും, പക്ഷേ അവിടെ കയറാനുള്ള ആ ഒരു സ്റ്റെപ്പ് അതിൻ്റെ ഗേറ്റ് അടച്ചിട്ടേക്കാണ്. എന്താണെന്നറിയില്ല, നല്ല ആഴം കൂടുതലുണ്ട്. പിന്നെ ഇവിടെ പോണ വഴിക്ക് 2 താറാവിനെ കണ്ടു കേട്ടോ. ഇതൊക്കെ സൂം ചെയ്തായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. 2 താറാവുകളാട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. കണ്ടപ്പോൾ നല്ല അതിശയം. ആദ്യമായിട്ടാണ് ഞാൻ ഈ താറാവിനെയൊക്കെ കാണുന്നത്. അങ്ങനെ കായലൊക്കെ കണ്ട്, കായലെന്ന് പറയാൻ പറ്റില്ല, നല്ല വലിയൊരു പുഴ പോലത്തെ ഒരു സാധനമാണ്. ഇതാണ് നമ്മുടെ ചിമ്മിനി ഡാം. പിന്നെ ഇനിയും വ്യൂ കാണാണ്ടെന്നും പറഞ്ഞ് ഞങ്ങൾ പോയതാണ്. അപ്പോഴാണ് കൂട്ടുകാരെ ഈ ഒരു വ്യൂ കണ്ടത്. കടലല്ല, ഈ വെള്ളം പോലെ കണ്ട സാധനം ഇവിടെ ഉള്ളത്. അപ്പം അവിടേക്ക് ഞാൻ ഇറങ്ങാൻ പോകണം. പിന്നെ അവിടെ കുറച്ച് പേര് മീൻ പിടിക്കണ്ടായിരുന്നു. അപ്പം മീൻ കിട്ടാൻ വേണ്ടി ഞങ്ങൾ അപ്പുറത്തെ സൈഡിൽ പോയിട്ടാണ് ഈ കല്ലൊക്കെ എറിഞ്ഞത്. അതിനപ്പം ഒരു കല്ല് എറിഞ്ഞതേ അവിടെയാണ് മീൻ പിടിക്കണത് കേട്ടോ. അപ്പോൾ ഞാനൊരു കല്ലെറിഞ്ഞു, അവിടെ കൊണ്ടു ഇവിടെ കൊണ്ടു. അത് കഴിഞ്ഞ് മമ്മിയും വല്യമ്മയും കുറച്ചു നേരം വെള്ളത്തിലൊക്കെ കാലിട്ടു കേട്ടോ. ഞാനും വെള്ളത്തിൽ കാലിട്ടു കേട്ടോ. ഇത് കണ്ടില്ലേ, ഒരു പാറക്കല്ലുമേ ഇരുന്നിട്ട് വെള്ളത്തിലേക്ക് കാലിട്ടു. നല്ല ഒഴുക്കുണ്ട് കേട്ടോ. പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടില്ല കേട്ടോ. പിന്നെ മമ്മി ഇത്തിരി നേരം വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. ഞാനിപ്പോഴും വെള്ളത്തിലാണ്. എനിക്ക് വെള്ളം കണ്ട പിന്നെ അപ്പം കളിച്ചിട്ടേ കയറാൻ തോന്നുള്ളൂ. അങ്ങനെ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. ഇനി എത്ര നേരം കല്ലൊക്കെ എറിഞ്ഞു. പിന്നെ ഇത്തിരി നേരം വെള്ളമൊക്കെ കാൽമച്ച്, എന്നിട്ട് മുഖമൊക്കെ കഴുകി. അങ്ങനെ ഫുൾ ഹാപ്പി ആയിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ഇരുട്ടൊക്കെ ആവാൻ തുടങ്ങി. അപ്പം ഞങ്ങളെന്നാൽ പോവാന്ന് വിചാരിച്ചു. അപ്പോൾ റോസും ഒക്കെ എണീറ്റു. അപ്പം ഞാൻ മമ്മിയുടെയും കൂടെ വന്നൊരു ഫോട്ടോ എടുത്തതാട്ടോ. പിന്നെ പോണ വഴിക്ക് മാനിനെ കണ്ടു. അതാണ് ഞാൻ പറഞ്ഞത്, 1ാമത്തെ മൃഗം മാനിനെ കണ്ടു. ക്ലിയർ ആയ ഉണ്ടാവില്ല, കാരണം എനിക്ക് ഇരിക്കാൻ പറ്റിയില്ല. മാനൊക്കെ നമ്മളെ കണ്ടപ്പോൾ പേടിച്ചിട്ട് വേറെ എവിടേക്കോ പോയിട്ട് കാടിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയി. അപ്പോൾ ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ. നിങ്ങൾ ഒന്ന് നോക്കാം. അവിടെ ആ പുള്ളിമാനാണ് കേട്ടോ, വെള്ള പുള്ളിമാനാണ്. നല്ല അടിപൊളി മാനായിരുന്നു. കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. ഇങ്ങനെ പോകുമ്പോൾ 6 മണി 7 മണിയൊക്കെ ആകുമ്പോൾ ആന, പുലി അങ്ങനെ ഇറങ്ങാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും വേഗം തന്നെ പോവുക, എല്ലാം കണ്ട് ആസ്വദിച്ച് വേഗം തന്നെ പോവാം. അങ്ങനെ നമ്മൾ മാനിനെ കണ്ട് പോവാട്ടോ. ഒളിഞ്ഞു നോക്കുന്നുണ്ട് കേട്ടോ. അതിൽ കൂടെ പോകണം പേടിച്ചിട്ട്. അവിടെ ഉണ്ടോ, ഒളിഞ്ഞു നോക്കണുണ്ടോ? അതാണ് മാനിനെ കണ്ടിട്ടുള്ളവർ കമൻറ്റ് ചെയ്യണതേ. മാൻ്റെ മുഖം കണ്ടോ? അതാട്ടോ മാൻ്റെ മുഖം.
പിന്നെ ഞങ്ങൾ വണ്ടി എടുത്ത് പോയി. പിന്നെ എവിടെയെങ്കിലുമൊക്കെ മൃഗം ഉണ്ടോ നോക്കിയിട്ടാണ് ഞങ്ങൾ പോയത്. അതിനുശേഷം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മയിൽ ഗൈസ്, ഇതൊക്കെ മയിൽ, നല്ല പീലിയുള്ള മയിൽ കേട്ടോ. അതും കണ്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടി ഒരു ചായ കുടിക്കാൻ കയറി. ഒരു ചായയുടെ കയറിയിട്ട് ചായ കുടിച്ചു. അതിനുശേഷം റിതിനും ജോർജിനും സോഡ മതി എന്ന് പറഞ്ഞപ്പോൾ ആ കടയിൽ നിന്ന് ഞങ്ങൾ ഈ ബട്ടർഫ്ലൈ ജെല്ലി മിഠായി വാങ്ങിച്ച് കഴിച്ചു നോക്കി. ഇതിൻ്റെ വീഡിയോ ഞാൻ നാളെ ഇടുന്നതായിരിക്കും കേട്ടോ കൂട്ടുകാരെ. അതിനുശേഷം നമ്മൾ കുളിക്കാനൊന്നും പറ്റില്ല, ജസ്റ്റ് ഒന്ന് കാലിടാനല്ലേ പറ്റുള്ളൂ. അപ്പോൾ കുളിക്കാൻ പറ്റുന്ന സ്ഥലം നോക്കി ഞങ്ങൾ വേറൊരു സ്ഥലത്തെത്തി. അപ്പോൾ ഇരുടായിരുന്നു, അപ്പോൾ ആനയൊക്കെ ഇറങ്ങുന്ന സമയമാണ്. അപ്പോൾ ഇത്തിരി നേരം കുളിക്കാൻ പറ്റുള്ളൂ. ഈ ചിമ്മിനി ഡാമിൽ പോകുമ്പോഴേക്കാട്ട് മുമ്പാണ് കേട്ടോ ഇതുള്ളത്. പിന്നെ ചിമ്മിനി ഡാമിൽ കടക്കുമ്പോൾ ഒരു ചെക്കിങ് പോലത്തെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ കുറേ നേരം ഞങ്ങൾ കളിച്ചുകൂട്ടി. ഈ വെള്ളത്തിൽ ഭയങ്കര രസമായിരുന്നു. ഒഴുക്കൊന്നും ഇല്ലാത്ത വെള്ളമാണ്, എല്ലാവർക്കും ഇറങ്ങി കളിക്കാം. ആൻ്റപ്പം വരെ ഇറങ്ങി മുങ്ങി വരെ ചെയ്തു കേട്ടോ, കാരണം അത്രയും വെള്ളം കുറവാണ്. എല്ലാവർക്കും കളിക്കാം, എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. കാരണം അത്രയും ഫോളിങ് ആയിട്ടുള്ള വെള്ളമാണ്, ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അടുത്ത മൃഗമാണ് നമ്മുടെ പശുവാണെന്ന് തോന്നുന്നു കേട്ടോ, എനിക്ക് അങ്ങനെയൊന്നും മനസ്സിലായില്ല. അത് കുറേ റോഡിൽ സൈഡിൽ കൂട്ടം കൂടി നിൽക്കാം കേട്ടോ, കുറേ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കാണ്. ഞങ്ങളുടെ ബാക്കിലൊരു കാറ് വരുന്നുണ്ട്, ആ കാറും കണ്ടോട്ടോ. അതിനുശേഷം നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു വീഡിയോ ആണ്, നൈറ്റ് ആട്ടോ പോണ്. ഇപ്പോൾ വല്ല മൃഗങ്ങളെങ്ങാനും വരുമെന്ന് പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പോവാണ്. പോണ വഴിക്ക് ഈ കണ്ട റബ്ബറും തോട്ടവും മലയും ഒന്നും കാണാനുണ്ടായിരുന്നില്ല. പോണ വഴിക്ക് നല്ല അടിപൊളി മഴയും പെയ്തു. അപ്പം ഞങ്ങൾ പതുക്കെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറേ നേരം വൈകിട്ടാട്ടോ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഞങ്ങൾ ഒരു ആൻറ്റിയുടെ വീട്ടിലേക്ക് പോവാട്ടോ. വല്യമ്മയുടെ കൂട്ടുകാരിയുടെ വീടാണ്. അപ്പം ആ വീട്ടിലേക്ക് പോവാട്ടോ. ആ വീട്ടിലേക്ക് കയറിയപ്പോൾ എൻ്റെ ഒരു ചേച്ചിയുണ്ട്. ആ ചേച്ചിയും ഞങ്ങൾ കുറേ പരിചയമുള്ള ചേച്ചിയാട്ടോ. അങ്ങനെ ഒരു ഫോട്ടോ എടുത്ത് ഞങ്ങൾ അവിടേക്ക് ടാറ്റ പറഞ്ഞ് ഇറങ്ങി. പിന്നെ ഫുഡ് കഴിക്കണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ അടുത്ത് ഒരു കടയുണ്ട് വലിയൊരു സൂഫി മന്തി, അവിടെ കയറി മന്തിയും. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള അടുത്തിടയിൽ കാണാൻ.